ആഗോള അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാം. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന സംഘപരിവാർ സംഘടനകളുടെ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി. പ്രതിസന്ധികളെല്ലാം നീങ്ങിയതോടെ അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് സർക്കാർ. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പരിഗണിച്ചും നിബന്ധനകളോടെയുമാണ് ഹൈക്കോടതിയുടെ അനുമതി. ഏകദിന സംഗമത്തിനായി താൽക്കാലിക സംവിധാനമാണ് ഒരുക്കിയതെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാർക്ക് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കാം. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടുന്നില്ലെന്നും നിരീക്ഷിച്ചാണ് സംഘപരിവാർ സംഘടനയായ ഹൈന്ദവീയം ട്രസ്റ്റിന്റെ അപ്പീൽ സുപ്രീംകോടതി തള്ളിയത്. സംരക്ഷിത വനമേഖലയിലെ സംഗമം പരിസ്ഥിതി നിയമത്തിന്റെ ലംഘനമാണെന്നും കച്ചവട പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുകയാണ് സർക്കാരെന്നുമുള്ള ഹർജിക്കാരുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് മുന്നിൽ ഇനി നിയമ തടസ്സങ്ങളില്ല. സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്നും മുൻഗണനാടിസ്ഥാനത്തിൽ 3000 പേരെ പ്രതിനിധികളായി അംഗീകരിക്കുമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ 5000 പേരെ ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് 3000 പങ്കെടുപ്പിക്കാൻ കഴിയും. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ആദ്യം പ്രാതിനിധ്യം കൊടുക്കും. ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുക്കില്ല. കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണ് എന്നുമാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.